ഹായ് ഓൾ. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ടോപ്പിക്കായിട്ട് വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറച്ച് ഈ ഒരു വീക്ക് കഴിഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാമെന്ന് ഓർത്തിരുന്ന വെച്ചാണ്. പക്ഷെ ഇന്നൊരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ എടുക്കാമോ എന്ന് വെച്ചാൽ, ഫേസ് 1 ഫേസ് 2 ഇല്ലാണ്ട് ഡയറക്റ്റ് ലൈവ് അക്കൗണ്ട് എടുത്താൽ നമുക്ക് പേ ഔട്ട് കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ ഇതിലിടുന്ന എഫേർട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻലി നിങ്ങളൊരു 6 മാസമെങ്കിലും ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് എടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഡെമോ അക്കൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, നിങ്ങൾക്കൊരു ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് എടുക്കാം, നിങ്ങൾ ഏത് പേയ്മെൻറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം അതിൻ്റെ ബേസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഡെമോ പ്രാക്ടീസ് 6 മാസമെങ്കിലും കുറഞ്ഞത് ചെയ്ത് നിങ്ങളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ഡെമോ അക്കൗണ്ട്, ഇപ്പം ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ, എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫണ്ടർ നെക്സ്റ്റ് എനിക്ക് കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ടർ നെക്സ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത കമ്പനിയായിട്ട് തോന്നി. ഞാൻ ജസ്റ്റ് ഈ കമ്പനീനെ പരിചയപ്പെടുത്താനായിട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ്. അതായത് ഇപ്പോൾ സ്റ്റെല്ലാർ അക്കൗണ്ട്, ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു 20K വരെയുള്ള ഇൻസ്റ്റൻ്റ് അക്കൗണ്ടാണ് കിട്ടുക. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു അക്കൗണ്ട് എടുത്ത് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഡെമോ അക്കൗണ്ട് 6 മാസത്തോളം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഇപ്പോൾ 5Kയുടെ അക്കൗണ്ട് ആണെങ്കിലും 10Kയുടെ അക്കൗണ്ട് ആണെങ്കിലും 20Kയുടെ അക്കൗണ്ട് ആണെങ്കിലും, നിങ്ങൾ മെയിൻലി എടുത്ത് ചെയ്യുമ്പോൾ ഒരു ഡെമോ കോൾ നിങ്ങൾ 5,000 അല്ലെങ്കിൽ 20,000 10,000 ഡെപ്പോസിറ്റ് ഡെമോയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക 6 മാസം. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് സെറ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ലൈവ് അക്കൗണ്ടിലേക്ക് പ്ലാൻ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് അക്കൗണ്ടിലേക്ക് പ്ലാൻ ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 സ്റ്റെപ്പ് ചലഞ്ച് തന്നെ എടുത്ത് ചെയ്യുക. അതായത് ഇതിൽ നോക്കണത് ഇപ്പോൾ ലൈവ് അക്കൗണ്ട് കേസ് പറഞ്ഞോണ്ട് നമ്മുടെ 5 years ലൈവ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ചലഞ്ച് ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മാക്സിമം ഓവർലൈൻ ലോസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ 6% ഉള്ളൂ. അതായത് നിങ്ങൾ ഈ 5,000 അക്കൗണ്ട് എടുത്ത് നിങ്ങളൊരു $300 ലോസ് ചെയ്താൽ, അതായത് നിങ്ങൾക്ക് ഡെയിലി ലോസ് എന്നുള്ള ലിമിറ്റ് ഒന്നുമില്ല, $300 പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പോയി. ഏകദേശം $195 നിങ്ങൾ ആ അക്കൗണ്ട് എടുക്കാൻ കൊടുക്കണം. $195 എന്ന് പറയുമ്പോൾ $2 നമുക്ക് ചെക്ക് ചെയ്താൽ ഇന്നിപ്പോൾ 86 ഉണ്ട്. അതിൽ $195 എന്ന് പറയുമ്പോൾ 16,858 രൂപ നിങ്ങളുടെ അവിടെ കളഞ്ഞു. കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം നിങ്ങൾ ആ ഒരു ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് എടുത്തു, നിങ്ങൾ ആ ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് ട്രേഡ് എടുത്തു, നിങ്ങൾക്കത് സക്സസ്ഫുൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിലത് വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക്. കാരണം അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പൈസ നിങ്ങളെടുത്തിട്ടാണ് നിങ്ങൾ ഈ അക്കൗണ്ട് എടുക്കുക അല്ലേ. മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ പോയിട്ട് ചാടിക്കയറി ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് എടുക്കരുത്. നിങ്ങൾ ചലഞ്ച് ഫേസ് എടുത്തു, ഈ ചലഞ്ച് ഫേസ് പാസ്സാകാൻ പറ്റാണ്ട് നിങ്ങൾ ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് എടുത്താൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അത് വാഷ് ഔട്ട് ചെയ്യും. കാരണം ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചലഞ്ചുകൾ ഇല്ലാണ്ട് നിങ്ങൾക്ക് എടുക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അപ് ടു 80% ഒരു വിഡ്രോയിൽ കൊടുക്കും, അത് ഏതൊരു ഫേം ആണെങ്കിലും. അപ്പോൾ ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ നമ്മളൊരു 6 മാസം എങ്കിലും മിനിമം നമ്മൾ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ മാർക്കറ്റ് അനലൈസേഷൻ ചെയ്യുക, നല്ലപോലെ ഡെയിലി ഫ്രെയിമിൽ മാർക്കറ്റ് അനലൈസേഷൻ ചെയ്യാൻ നോക്കുക കുറച്ചും കൂടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇഷ്ടംമാതിരി ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മളോട് മിക്കവരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ തന്നെ ഒരു 4-5 എൻക്വയറീസ് ഇൻസ്റ്റൻ്റ് അക്കൗണ്ടിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആ പരിപാടിക്ക് നിൽക്കണ്ട, നിങ്ങൾ ക്യാപിറ്റൽ ഇല്ലേ, നിങ്ങളൊരു 2 സ്റ്റെപ്പ് ചലഞ്ച് എടുത്തോ അവരുടെ തന്നെ, ഒരു കുഴപ്പമില്ല. ബട്ട് നിങ്ങളൊരു ഇൻസ്റ്റൻ്റ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്.
ടു സ്റ്റെപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് 200K വരെയൊക്കെ ഉണ്ട് അക്കൗണ്ട്സ്. ഇപ്പോൾ 5K തൊട്ട് 200K വരെ കിട്ടുന്ന ഫണ്ടിങ്. ഇത് 5VRSൽ നിങ്ങൾക്ക് ആകെ കിട്ടുക എന്ന് വെച്ചാൽ 100K അക്കൗണ്ട് വരെ ഉള്ളൂ. ഫണ്ടിങ് നെസ്റ്റിൽ നിങ്ങൾക്ക് 200K അക്കൗണ്ട് വരെ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു 2 സ്റ്റെപ്പ് അക്കൗണ്ട് എടുക്കുക. 2 സ്റ്റെപ്പ് പാസ്സായി നിങ്ങളൊരു 5% കിട്ടിയാൽ, അത് പാസ്സാക്കി നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയാൽ, അതിൽ നിന്നും നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുക്കുക. നിങ്ങളൊരു 6 മാസം ഫണ്ടഡ് അക്കൗണ്ട് സക്സസ്ഫുള്ളി കൊണ്ടുനടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെന്താ പറയുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഏതൊരു ഫാമിൻ്റെ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തെന്ന് വെച്ചു, ഏതൊരു ഫാമിൻ്റെ ആയിക്കോട്ടെ, ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തു നിങ്ങൾ, അതായത് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ള കുറേ പേര് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അതിൽ ഒരു 10 പേരെ എക്സാമ്പിൾ എടുത്തു. ആ 10 പേരിൽ 5 പേരായിരിക്കും അക്കൗണ്ട് പാസ്സാവുക. എന്നാൽ ആ 5 പാസ്സാവണ അക്കൗണ്ടിൽ ഒരാളായിരിക്കും പേ ഔട്ട് എടുക്കുക. കാരണം ആ 5 പേര് പാസ്സായി. ബാക്കി 4 പേരും ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയ ദിവസം തന്നെ അവർ അക്കൗണ്ട് അടിച്ച് കളയണവരായിരിക്കും. ബാക്കിയുള്ള ആ ഒരാളായിരിക്കും പേ ഔട്ട് എടുക്കുക. ആ പേ ഔട്ട് തരാണ്ടിരിക്കാനും കമ്പനികൾ ശ്രമിക്കും. കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ റൂൾ ഫോളോ ചെയ്തില്ല, ഇന്ന റൂൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കും. അപ്പോൾ അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് മേലിൽ നിങ്ങൾക്കൊരു വിജയം നിൽക്കണം. നിങ്ങളുടെ വാക്കുകൾ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ റൂൾ ഫോളോ ചെയ്യുക, കറക്റ്റ് കാര്യങ്ങൾ എടുക്കുക. നിങ്ങളൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് അക്കൗണ്ട് ട്രേഡ് എടുക്കുന്നത്. ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആണെന്ന് അവർക്ക് മനസ്സിലാവുമ്പോഴാണ് അവർ നിങ്ങൾക്ക് പേ ഔട്ട് ചെയ്യുക. അപ്പം നിങ്ങളൊരു ഡിസിപ്ലിൻ ട്രേഡറായി മാറാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും അക്കൗണ്ട് പാസ് ചെയ്യാനായിട്ട് എടുക്കുക. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. എത്ര നാൾ വേണമെങ്കിലും എടുത്തോളൂ. കാരണം അൺലിമിറ്റഡ് ടൈം പീരീഡാണ് എല്ലാവരും പറയണത്. പക്ഷേ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകത, നിങ്ങൾക്ക് ഇന്ന് ട്രേഡ് എടുത്തവർ പറയണ ഇത്ര ദിവസം കൊണ്ട് വിഡ്രോവൽ എടുക്കാം. പക്ഷെ അതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുത്ത് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 8ൻ്റെ പണിയാണ് അവിടെ വരാൻ പോകുന്നത് തന്നെ. അതെല്ലാം മൈൻഡ്ലി നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിലൊരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതാണ് നിങ്ങളോട് മെയിൻലി തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ. ഇപ്പം നിങ്ങൾ ഒരിക്കലും ഒരു ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുത്ത് ചെയ്യാണ്ടിരിക്കുക. ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 6 മാസം നിങ്ങളൊരു ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യും. ഈ 6 മാസത്തെ പ്രാക്ടീസ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുത്തോളൂ. ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ സക്സസ്ഫുൾ ട്രേഡിങ് കിട്ടി, നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റി, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. അതേസമയം നിങ്ങൾക്കത് പറ്റിയിട്ടില്ല, നിങ്ങളൊരു ന്യൂബിയാണ് അല്ലെങ്കിൽ ഒരു ട്രേഡറാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തതിന് ശേഷം കുറേ നാളിന് ശേഷം ഫോറക്സ് യൂസ് ചെയ്യണമെന്നൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ കണ്ട് അറിഞ്ഞ് വന്ന് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഫോറക്സ് മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയല്ല. അതിപ്പോൾ ഒരു അക്കൗണ്ട് പാസിങ് എന്ന് പറയുമ്പോൾ തന്നെ പോലും നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഉണ്ടാവും. നമ്മൾ ഒരു പ്രൈസ് വരച്ച് വെച്ചിട്ടുണ്ടാവും, അവിടെ എത്തിയാലേ നമ്മൾ ട്രേഡ് എൻ്റർ ആകുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുക. കാരണം കുറേ മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു പ്രൈസ് ഇങ്ങനെ വരച്ചു വെച്ചു, നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ പ്രൈസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ തിരിച്ച് റിവേഴ്സലാവും. ആ റിവേഴ്സലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറൗണ്ട് $400 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ലോസ് വരെ, ഈ പറയുന്ന $400 നമുക്ക് സിമ്പിളായിട്ട് ലോസ് വരാൻ പറ്റും. കാരണം വോൾട്ടാലിറ്റി ഉള്ള മാർക്കറ്റ് എപ്പോഴാണ് മാറുക നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എടുത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളെപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ 2 സ്റ്റെപ്പ് ചലഞ്ച് മാത്രം എടുക്കുക, അല്ലെങ്കിൽ 1 ഫേസ് എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് എടുക്കുക. ഡയറക്റ്റ് വിട്ടൊരു ലൈവ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് ചെയ്യരുത്. കാരണം അതിൽ ലിവറേജും കുറവാണ്. നിങ്ങൾക്ക് ഇതിൽ 1:100 വരെ ലിവറേജ് എല്ലാ ബ്രോക്കേഴ്സിലും കിട്ടും. 2 സ്റ്റെപ്പിന് എല്ലാ ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റെപ്പിൽ 1:100 വരെ. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് എന്നാൽ 1:50 ആണ് നിങ്ങൾക്ക് കിട്ടുക. കാരണം നിങ്ങൾ ഈ ഫേസ് 1ഉം ഫേസ് 2ഉം പാസ്സായി കിട്ടുന്ന ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് 1:100 ലിവറേജ് നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിൽ കിട്ടും. മറ്റേത് നേരെ വെച്ചെങ്കിൽ 1:50 ആണ്. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എന്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പോലും നമുക്ക് പറയാൻ പറ്റില്ല. $300 എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് താഴത്തേക്ക് വന്ന് വീഴും പെട്ടെന്ന് മാർക്കറ്റ്. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുക, അതായത് ഇപ്പോൾ ഗോൾഡിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കൊല്ലത്തിൽ ഗോൾഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഹൈ ബ്രേക്ക് ചെയ്ത് ഗോൾഡ് നിൽക്കണേണ്. അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഗോൾഡിൻ്റെ കഴിഞ്ഞ മന്ത് ഏതോ ഒരു ഫ്രൈഡേയിൽ ചാർട്ട് നമ്മൾ നോക്കണമെങ്കിൽ നമുക്കൊരു 1 മിനിറ്റ് ചാർട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഗോൾഡ് പൊട്ടിത്തെറിച്ച് എന്ന് വെച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു.
ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഗോൾഡ് നിന്നച്ച സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇത് 1 മിനിറ്റ് ആയിട്ട് നോക്കിയാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതിന് ശേഷമാണ് ഗോൾഡ് ഒന്ന് മൂവ് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. സോ അപ്പം നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകൾ മാക്സിമം ആദ്യത്തെ രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു 2 സ്റ്റെപ്പ് എടുത്ത് അത് നിങ്ങൾ പാസ്സായി ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടി അതിൽ നിന്ന് നിങ്ങളൊരു കംപ്ലീറ്റ്ലി ഒരു 6 മന്ത് ഒക്കെ പ്രോഫിറ്റ് എടുത്തൊക്കെ വാ. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റൻ്റ് അക്കൗണ്ടുകളെ കുറിച്ച് ആലോചിച്ചോ. നിങ്ങൾക്കൊരു പുറത്തുള്ളൊരു കേസായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രശ്നം തന്നെ മാത്രമാവുള്ളത്. സോ ഞാനിപ്പോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ നമ്മളോട് പേ ഔട്ട് വീഡിയോസ് നമ്മുടെ വന്നുണ്ട്. അതായത് നമ്മൾ സീരിയസ് പോലെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണേണ്. അതായത് എ ടു സെറ്റ് തൊട്ട് നമ്മുടെ സെറ്റപ്പ് മുതൽ നമ്മൾ പേ ഔട്ട് എടുക്കുന്നത് വരെ ലൈവ് പേ ഔട്ട് എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ വരാൻ പോകണമാണ്. നമ്മുടെ ചാനൽ ലൈവ് ഇരുന്നിട്ട് നമ്മൾ പേ ഔട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അത് നമ്മളിനി ചെയ്യാൻ പോകുന്ന വീഡിയോസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സീരിയസ് ഘടകമാണ് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതായത് നമുക്ക് അതിന് വേണ്ടിയുള്ള കണ്ടൻസ് കാര്യങ്ങൾ, കാരണം ഒരു ഇത്ര ഡേയ്സിലെ വീഡിയോസ് എന്ന പോലെ നമ്മൾ ലൈവ്, അതായത് ആ ഡേ ടു ഡേ 1 to ഡേ എത്രയാണോ അത്രയും ഡേയിൽ നമ്പർ മാർക്ക് ചെയ്തിട്ടായിരിക്കും വീഡിയോസ് ഇറങ്ങുക. അതിൻ്റെ സ്റ്റേജിൽ ഫൈനൽ സ്റ്റേജ് ആയിരിക്കും നമ്മുടെ പേ ഔട്ട് ലൈവായിട്ട് വിഡ്രോ എന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ അക്കൗണ്ടിൽ. അപ്പം നിങ്ങൾ ആക്ച്വലി ഇൻസ്റ്റൻ്റ് അക്കൗണ്ടിനെ കുറിച്ച് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ റീസൺ ഇതാണ്. ചാടി കയറി പോയിട്ട് എടുക്കാതിരിക്കുക. എപ്പോഴും ഒരു 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഫേസ് എങ്കിലും നിങ്ങളെടുത്ത് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അപ്പം ആ രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പം എല്ലാവരും നല്ലൊരു വീക്കെൻഡാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വീക്ക് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അക്കൗണ്ട് വന്നിട്ടുള്ള കുറേ പേരുണ്ട്, അക്കൗണ്ട് കിട്ടിയിട്ടുള്ള. അപ്പം അത്രയും പേർക്ക് നെക്സ്റ്റ് അപ്പോൾ ഈ മന്ത് കഴിയാറേ നെക്സ്റ്റ് മന്തിലെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കയ്യിലേക്ക് അക്കൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അത് അക്കൗണ്ട് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് എൻ്റെ ബാക്കിയുള്ള അക്കൗണ്ട്സും കാര്യങ്ങളും ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് വേറെ കുറച്ച് എൻക്വയറീസും കാര്യങ്ങളും വരുന്നുണ്ട്. 5 ഇയേഴ്സിൻ്റെ അല്ലാത്ത അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ബേസിക്കലി ആദ്യമേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സെബി രജിസ്റ്റേർഡ് ഒരു ആൾക്കാരോ ഒന്നുമല്ല. നമ്മളൊരു സെബി രജിസ്റ്റർ അനലിസ്റ്റിക്സും കാര്യങ്ങളൊന്നും അല്ല ചെയ്യണത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്കൊരു എൻക്വയറീസ് വരുമ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്. നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ മുമ്പോടിയായിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പം നമ്മളോടിപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ട് വേറെ ഫോമുകളുടെയൊക്കെ നിങ്ങളുടെ അടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ വേറെ ഫേമുകളുടെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് 5 ഇയേഴ്സ് എന്ന് മാത്രമല്ല, ഏത് ഫേമിൻ്റെ വന്നാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ മെയിൻലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2 പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം 5 ഇയേഴ്സ് ആണ്. രണ്ടാമത്തുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ആണ്. ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് ഞാൻ അധികം ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ മാത്രമേ നമുക്ക് പേ ഔട്ട്സ് എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൻ്റെ പേ ഔട്ട്സും കാര്യങ്ങളും കിട്ടുള്ളൂ. അത് ഞാൻ അതുകൊണ്ട് അധികം ആർക്കും ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഒരു 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പോൾ ഫണ്ടഡ് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറീസ് ചെയ്യാം. അക്കൗണ്ട് ഹാൻഡിലിംഗ് വേണ്ടവർക്ക് അക്കൗണ്ട് ഹാൻഡിലിംഗ് ചോദിക്കാം. പിന്നെ നമുക്ക് ടൈം എടുക്കും അക്കൗണ്ടുകൾ പാസ്സാക്കി കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ടൈമുള്ളൊരു പ്രൊസീജിയർ തന്നെയാണ്. കാരണം മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി അത് നോക്കുക. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിൽ 1-2 ലോസ് കണ്ടാൽ നമ്മൾ പിന്നെ അക്കൗണ്ടിൽ ട്രേഡ് എടുക്കില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഫേസ് 1 പാസ്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ മാത്രമേ ഫേസ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ല ഫേസ് 2 ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫേസ് 1കളും കൂടി പാസ്സായിട്ട് ഒരുമിച്ചൊരു ഫേസ് 2 ലെവലിലേക്ക് അപ്പ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മളെ എൻക്വയറി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് വന്നവർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം ഡെയിലി അപ്ഡേറ്റ് ചോദിക്കുന്നവർക്ക് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഹാൻഡിലിംഗ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എൻക്വയറി ചെയ്യാം. ഇപ്പോൾ എന്ത് എൻക്വയറികളാണെങ്കിലും ഇപ്പോൾ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വിളിക്കുക. ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. എന്ത് എൻക്വയറീസും വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അക്കൗണ്ടുകളെ കുറിച്ചും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എന്ത് എൻക്വയറീസും എന്തെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു ചാനലിൽ കമൻറ്റ് വന്നതാണ് ഒരു സ്ട്രാറ്റജി ഒന്ന് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചും കൊണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്ന് കാണിക്കാമെന്ന്. ബേസിക്കലി ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാം നമ്മൾ അപ്കമ്മിങ് ആണ്. അറിയാമല്ലോ, ഒരു ന്യൂ ചാനലാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളും ചാനലിലുണ്ടാവും. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. പൊതുവേ ഞാൻ വർക്ക് ചെയ്യുന്ന നൈറ്റ് ഡ്യൂട്ടിയാണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ
ഈ കുറേ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള കേസുകളാണ്. രാത്രി 9 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വെളുപ്പിന് 6 മണിയിൽ രാവിലെ 7:30 ആവുമ്പോൾ തിരിച്ചെത്തുക. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാൻ ഒരു ടൈം കണ്ടുപിടിച്ചിട്ടാണ് എടുക്കുക. നമ്മൾ വെളുപ്പിൻ്റെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മാർക്കറ്റ് എന്താണെന്നുള്ള അനലൈസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കും. അതിൽ മാർക്കറ്റിൻ്റെ പ്രീവിയസിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ 1 വീക്ക് മുമ്പ് പോയിട്ടുള്ള മാർക്ക് ചെയ്ത് വെക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സോൺ നല്ലതാണോ നോക്കും, ആ വന്നിരിക്കുന്ന സോൺ. ഇപ്പം മോസ്റ്റ്ലി ഞാൻ എടുക്കുന്ന ട്രേഡ് ടൈമുകൾ എപ്പോഴാണെന്ന് ചോദിക്കാൻ മിക്കവരുണ്ട്. അതായത് ഉച്ചക്ക് 12:30 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ടൈം നല്ലൊരു സമയമാണ്. അതുകൂടാണ്ട് ഈവനിങ്ങുള്ള US സെക്ഷൻ അത് നല്ലൊരു ടൈം തന്നെയാണ്. വൈകുന്നേരം 6 മുതൽ 10 മണിക്ക് നല്ലൊരു വോൾട്ടായിട്ടുള്ള ടൈം പീരീഡുകൾ തന്നെയൊക്കെയാണ്. പിന്നെ ഇൻ കേസ് ഇപ്പം നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് ന്യൂസ് ടൈമിലാണ് ആക്ടിവേറ്റ് ആവുന്നതുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വൈകുന്നേരം 6 മണി വരെ ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ ആ ഓർഡർ ഡിലീറ്റ് ചെയ്യുക. അന്നൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് കിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നമുക്കത് പറ്റിയിട്ടുള്ളതാണ്. നമ്മളപ്പോൾ അവരോട് ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം ലിമിറ്റ് ഓർഡേഴ്സും അവരങ്ങനെ ചെയ്യിക്കുന്നില്ലെന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ രാവിലെ എപ്പോൾ പ്ലേസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിലും അവർക്കത് ന്യൂസ് ടൈമിൽ ആക്റ്റീവ് ആകുമ്പോൾ ന്യൂസ് 2 മിനിറ്റ് മുമ്പോ 2 മിനിറ്റ് ശേഷമേ വരുള്ളൂ. അപ്പോൾ അതും ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തും കൊണ്ടിരിക്കണേന്. അപ്പം മാക്സിമം ഹൈ ഇമ്പാക്ട് ന്യൂസുകളൊക്കെ നിങ്ങൾ എടുക്കാണ്ടിരിക്കുക മാർക്കറ്റിൽ. പിന്നെ ക്രിപ്റ്റോയിൽ ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ക്രിപ്റ്റോയിൽ ഈ സെയിം സീൻ തന്നെയാണ്. ക്രിപ്റ്റോയിലും മാക്സിമം ട്രേഡുകൾ എടുക്കാണ്ടിരിക്കുക. അതായത് ഫണ്ടഡ് അക്കൗണ്ട് വെച്ച് ക്രിപ്റ്റോയിലധികം ട്രേഡ് കളിക്കാണ്ടിരിക്കുക. അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ റിസ്കുകൾ കാര്യങ്ങളെല്ലാം കുറച്ചും കൊണ്ട് വേണം ട്രേഡും കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾ. കാരണം ഒരിക്കലും ഒരു ഗാംബ്ലിങ് എന്ന രീതിയിലേക്ക് മാറരുത്. കാരണം ക്രിപ്റ്റോയിലൊക്കെ നമ്മളൊരു SL വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു SL തന്നെ വെക്കണം. നമ്മളെ ടേക്ക് പ്രോഫിറ്റ് ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെ SL വേണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു നിമിഷം കൊണ്ടൊക്കെ തന്നെ SL പടപടയെന്ന് പറഞ്ഞിരിക്കും നമ്മുടെ. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ഡെയിലി ലോസ് ലെവലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡ് കാര്യങ്ങളൊക്കെ ആവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ബ്രീഫും കാര്യങ്ങളും തന്നു. അപ്പോൾ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ട് പൊതുവെ ആരും എടുക്കാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് ഹാൻഡിലിങ് എൻക്വയറീസിന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് എൻക്വയറി ചെയ്യാം.